അങ്ങനെ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ, ഇതൊന്നും ഒക്കെ നമ്മൾ വളരെ പഠിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിഷയം ഞാൻ പറയാം. മുസ്ലിം ലീഗ് പാർട്ടി ഒരുപാട് നാളുകളായി ഇതിൻ്റെ ആലോചനയിലാണ്. അതിനൊരുപാട് കാര്യകാരണങ്ങളുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകാൻ കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചതല്ല. ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരാനും കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചതല്ല. കുഞ്ഞാലിക്കുട്ടിയെ ഇതൊക്കെ ആക്കിയത് ലീഗാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വന്നപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ച് മാറ്റിയതും ഈ പാർട്ടിയാണ്. അതും നിങ്ങൾ മനസ്സിലാക്കും. പാർട്ടി കൊടുത്ത ശിക്ഷ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിയ ആളാണ് കുഞ്ഞാലിക്കുട്ടി. ഇവിടെ എന്താ ചിത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടി CPM കാണിച്ച ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം, പിണറായി വിജയൻ നടത്തിയ അപകടം നിറഞ്ഞ വർഗീയ ധ്രുവീകരണം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അത് മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും കാര്യമായ രീതിയിൽ ഏശി. മുസ്ലിങ്ങൾ അനർത്ഥിതമായി എന്തോ അടിച്ചു കൊണ്ടുപോകുന്നു, മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടവരാണ്, മുസ്ലിം ലീഗ് ഇതാ UDF-നെ കയറി നയിക്കാൻ പോകുന്നു, കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാൻ പോകുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് വ്യാപകമായി മുസ്ലിങ്ങളിലേക്ക് മുസ്ലിം ലീഗിലൂടെ കേരളത്തിൻ്റെ എല്ലാ അധികാരവും പോകുമ്പോൾ നിങ്ങളെന്താ നോക്കിക്കാണോന്ന് മറ്റു സമൂഹങ്ങളോട് പറയാതെ പറയുക. ഇതിൻ്റെ ഭാഗമായുള്ള വമ്പിച്ച ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രതിഫലനം തന്നെ ആണ് ആ ഭാഗത്തൊക്കെ നടന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോടുള്ള ഒരു സമീപനം എന്താണെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലാ CPM എടുത്തൊരു പ്രമേയമുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളാണ് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തെക്കുറിച്ച് 7-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങൾ, കിരാത നിയമങ്ങൾ എന്ന് പ്രമേയം RSS പോലും അങ്ങനെ ഒരു പ്രമേയം എടുത്തിട്ടില്ല. മുസ്ലിങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാടാണത്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഈ മുന്നണി പ്രവേശനം നോക്കിയാൽ INL എത്ര കൊല്ലാണ്? 25 കൊല്ലം അല്ലേ? ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, കള്ളിഷാപ്പിന് മുമ്പിൽ പട്ടി നിൽക്കുന്ന പോലെ 25 കൊല്ലം നിന്ന് ആലോചിക്കണം നിങ്ങൾ. എന്നാലോ ആ ജോസ് കെ മാണി 25 മിനിറ്റ് കൊണ്ടാണ് അയാളെ മുന്നണിയിലെടുത്തത്. പിള്ളനെ 25 മിനിറ്റ് കൊണ്ട് ഒരു കോളിമ്പല്ലടിച്ചാൽ വാതിൽ തുറന്നു കൊടുക്കുക. ഈ സാധുക്കൾക്ക് എന്താ പ്രശ്നം? ഇവർക്ക് ഒരു മുസ്ലിം സാമുദായികത ഉണ്ട്, അതന്നെ അവരുടെ സമീപനമാണത്. അതാണ്ടോളെ നമ്മൾ കാസർഗോഡ് കണ്ടത്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഖുർആൻ പാരായണമോ തഹ്ലീദുകളോ ഇതൊന്നുമില്ലാതെ ഒരു ദീനിയായി പ്രവർത്തിച്ചു പോയ ഒരു കുട്ടി അവിടുത്തെ പ്രാദേശികപരമായ എന്തോ വിഷയത്തിൽ ആരാ കൊന്നതെന്ന് ഇപ്പോൾ അറിയില്ല. കൊന്നതാരായാലും അയാൾ നരകത്തിലാണ്, ഒരു സംശയം വേണ്ട. ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ ആർക്കും അധികാരമില്ല. മനഃപൂർവ്വമായി കൊന്നതാണെങ്കിൽ ആ ആളെ ഞമ്മക്കെന്നല്ല ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അള്ളാൻ്റെ കോടതിയിൽ നിങ്ങൾ ഈ പച്ച കൊടി പിടിച്ച് തുള്ളിക്കാടിക്കൊടി ഒരുത്തനെ കൊന്നാലുണ്ടല്ലോ വിടൂലങ്ങളെ. ആർക്കു വേണ്ടി നിങ്ങൾ കൊല്ലും? നമ്മൾ കൊല്ലുണ്ടാക്കിയ പ്രസ്ഥാനമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അവസാനം ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണോ? അതൊക്കെ തെളിയേണ്ടതാണ്, തെളിയട്ടെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പാർട്ടി ഉന്നതാധികാരി സമിതി 2 ദിവസമായി യോഗം ചേർന്ന് ചർച്ച ചെയ്യുക. കുഞ്ഞാലി സാഹിബ് അതിന് തയ്യാറായിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൂപ്പരെ പോലെ ഒരു ആളില്ലാതെ നമുക്കിത് എങ്ങനെ ലീഡ് ചെയ്യാൻ കഴിയും? ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് മുമ്പിൽ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് മുമ്പിൽ ഇത് ലീഡ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അല്ലാഹു തആല പരജാതി കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ, ഉദ്യോഗസ്ഥ സമൂഹങ്ങൾക്കിടയിൽ ഉള്ള ഒരു ഇൻപുട്ടുണ്ട്. അതിനെ അദ്ദേഹത്തിൻ്റെ ലൈസൺ വർക്ക് വഴി മുസ്ലിം ലീഗിനും UDF-നും വീണ്ടും അധികാരത്തിലേറാം. അതിനു വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു. ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ എന്തായിരുന്നു? സ്വാഭാവികമായും അന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ പോലെ വലിയൊരു മനുഷ്യൻ്റെ വിടവ് നികത്താൻ ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തി, ഒരു നോട്ടഡ് പേഴ്സണ് മാത്രമേ ഡൽഹിയിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാളെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. അത് പറയാനും അദ്ദേഹം ഡൽഹിയിലെത്തി. അദ്ദേഹം ആയതുകൊണ്ടാണ് മുൻനിരയിൽ സീറ്റ് പോലും കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സീനിയോറിറ്റി കൊണ്ട് മുൻനിരയിൽ സീറ്റ് മേടിച്ചു അദ്ദേഹം. ആ NRC ഇഷ്യൂസ് വന്ന സമയത്ത് ഏറ്റവും നല്ല പോരാട്ടം അദ്ദേഹം നടത്തി. അദ്ദേഹം അമിത്ഷയും തമ്മിൽ ലോക്സഭയിൽ കൊമ്പ് കോർത്തു. അമിത്ഷാ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു,
എൻ്റെ ബില്ലിൽ ഒരിക്കലും, ഈ നിയമത്തിൽ ഒരിക്കലും മുസ്ലിം എന്ന വേർഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തേക്ക് കുഞ്ഞാലി സാഹിബ് പാർലമെന്റ് ചാടി. 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ എണ്ണുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ച് പൊട്ടിച്ചെറിച്ചത് കുഞ്ഞാലി സാഹിബാണ്. അവർ തമ്മിലുള്ള ആ സംവാദമാണ് നാഷണൽ മീഡിയ മുഴുവൻ കാണിച്ചത്, അല്ലേ? മുസ്ലിം ലീഗ് വേഴ്സസ് അമിത്ഷാ, കുഞ്ഞാലിക്കുട്ടി വേഴ്സസ് എന്താണ് അമിത്ഷാ. അതോ എല്ലാ ഹിന്ദി ചാനലും കുഞ്ഞാലിക്കുട്ടി വേഴ്സസ് അമിത്ഷാ എന്ന് പറയണ അതൊക്കെ നമ്മളെ കുട്ടികൾ ഫേസ്ബുക്കിൽ എങ്ങനെ ഇട്ടിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ എവിടേക്കാണ് പോയത്? സുപ്രീം കോടതിയിലേക്ക് പോയതും അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ്. സുപ്രീം കോടതിയിൽ പോയി നമ്മൾ ഫൈറ്റ് നടത്തി. മുസ്ലിം ലീഗിന്റെ പിറകിലാണ് ബാക്കിയുള്ള എല്ലാവരും വരുന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത അദ്ദേഹമല്ലേ? മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തീരുമാനം മുത്തലാഖ് ബില്ലിനെ അനുകൂലിക്കാനായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസിനെ തിരുത്തിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനം എത്ര ശക്തമാണെന്നറിയോ? ലോക്സഭയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വെളിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി വാഗ്വാദം വരെ ഉണ്ടായി. കാരണം അവിടെയൊക്കെ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ, ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ അറിയുങ്ങള്, വെറുതെ ഈ കറിയിൽ ഉപ്പ് പോരാ, അല്ലെങ്കിൽ വസ്ത്രം ഇസ്തിരിയിട്ട് നന്നായില്ല, ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 3 തുപ്പും തുപ്പിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യണം? ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആ കുട്ടികളെ വീണ്ടും സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ വരുമ്പം അവിടെ മാർഗമില്ല, വേറെ ആരെങ്കിലും ഒരു ഇടക്കെട്ട് കെട്ടണം. അതിനുവേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ. അങ്ങനെ ഇടക്കെട്ട് കെട്ടിക്കൊടുക്കാൻ അതിലേക്ക് പറഞ്ഞേക്കുന്ന പെൺകുട്ടികളെ സ്ഥിതി ആലോചിക്കണം. ഇടക്കാല പുതിയാപ്പിളമാര് അതിന് ഇത്ര ഫീസ്, ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് അവരെ ഒഴിവാക്കുക. ഉത്തരേന്ത്യയിൽ ചെല്ലുന്ന നേതാക്കളോട് മുസ്ലിം പെണ്ണുങ്ങൾ പറയുന്ന കഥകൾ ഇതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും നമ്മുടെ ഉസ്താദുമാര് എവിടെയെങ്കിലും ഒരു വയലിൽ വന്നിട്ട് മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വർത്താനം എവിടെ പറഞ്ഞോ? ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ മുത്തലാഖ് എടുത്ത് ഉപയോഗിച്ചോളി മക്കളെ എന്ന് പറഞ്ഞ ഒരു മൈലാര പ്രസംഗം കേൾക്കാൻ പറ്റുമോ? അങ്ങേറ്റം നമ്മൾ നിരുത്സാഹപ്പെടുത്താണ്. പക്ഷെ മുത്തലാഖ് എന്നത് നമ്മുടെ സാമ്പ്രദായികപരമായി നിലനിൽക്കുന്ന ഒന്നാണ്. അത് വേണ്ടാന്ന് വെക്കാനുള്ള അധികാരം അള്ളാഹ് നമുക്ക് തന്നിട്ടില്ല, അത്രേ ഉള്ളൂ. എല്ലാ മുത്തലാഖിൽ നിന്നും മാനസികപരമായി എന്താണ് നമ്മൾ അകന്നു നിൽക്കാന്ന്. അത് അത്യപൂർവമായ ഒരു സന്ദർഭത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. കേരളത്തിൽ 1% പോലും അതില്ല. അതാണ് പഠിക്കേണ്ടത്. ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിന്റെ അടുത്ത് നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പാട് എടുത്തു. അന്ന് വിപ്പ് വരെ കൊടുത്തു പോയതാണ് കഴിഞ്ഞ മോഡി ഗവൺമെന്റിന്റെ ഇടയിൽ. മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത വിപ്പ് തിരിച്ചു വാങ്ങി കോൺഗ്രസിനെ കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഒരു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന് പറഞ്ഞ് ആ തീരുമാനത്തെ ആൾട്ടർ ചെയ്യിപ്പിച്ചു. രാജ്യസഭയിൽ ആ ബില്ല് വരും. ആ ബില്ല് വന്ന രാജ്യസഭയിൽ പാസ്സാവുമെന്ന് മനസ്സിലായ സമയത്ത് എന്താ ചെയ്തത്? രാജ്യസഭയിലുള്ള മറ്റു ശരത് പവാറിനെ പോയി കണ്ടു, മുലായം സിംഗിനെ പോയി കണ്ടു, ലല്ലുവിനെ പോയി കണ്ടു, എല്ലാവരെയും പോയി കണ്ട് രാജ്യസഭയിൽ ഈ ബില്ല് വരികയാണെങ്കിൽ പരാജയപ്പെടുത്താനുള്ള എല്ലാ ലൈസൺ വർക്കും നമ്മൾ നടത്തി. ആ ലൈസൺ വർക്ക് കണ്ടുകൊണ്ടാണ് രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കാതെ ഓർഡിനൻസിലൂടെ നിയമമാക്കിയത് നരേന്ദ്രമോദി. മുസ്ലിം ലീഗിനെ പേടിച്ചിട്ടാ. മനസ്സിലാക്കണം നിങ്ങൾ. രാജ്യസഭയിലേക്ക് കണ്ട് ചെന്നാൽ തോൽക്കുമത്. അതൊക്കെ ഒരു ലൈസൺ വർക്കാണ്. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന വർക്കുകൾ അദ്ദേഹം ചെയ്തു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ നരേന്ദ്രമോദി അവിടുന്ന് ചെയ്യുന്നതിനേക്കാളും അപകടം നിറഞ്ഞ ചില മുണ്ടുടുത്ത മോഡിമാർ കേരളത്തിൽ എന്താ കാട്ടുന്നത്? കേരളമാണ് നമ്മൾ ജീവിക്കുന്ന പ്രതലം. നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ളത് കേരളമാണ്. ഇവിടെ വർഗീയപരമായ പെരും ധ്രുവീകരണം നടക്കുകയാണ് നാട് മുഴുവൻ. മുസ്ലിം ലീഗ് വഴി മുസ്ലിങ്ങൾ ഇവിടെ എന്തോ ചെയ്യുന്നു, അനർഹമായി കൊണ്ടുപോകുന്നു. സഭാ നേതാക്കൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയാണ്, മൈനോറിറ്റി എക്കണോമിക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമ്പത്തിക വിഹിതത്തിലെ 80% മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു, ഞങ്ങൾക്ക് 20% തരുന്നുള്ളൂ. ഈ വിവേചനം സഹിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്ന് പറയുന്നു. എവിടെ 80% കൊണ്ടുപോകുന്നത്? അതൊരു തെറ്റിദ്ധാരണയാണ്. ഇനി കൊണ്ടുപോകാണെങ്കിൽ തന്നെ ജലീലിന്റെ കയ്യിലല്ല ആ വകുപ്പ്. അത് വേണ്ടാന്ന് വെച്ചോട് നിങ്ങൾക്ക്. അത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ സ്വഭാവമാണ്. അതിൽ 80% സച്ചാർ കമ്മീഷന്റെ ഭാഗമായി അനുഭവിക്കുന്ന ട്രൈബൽ സ്റ്റേജിൽ നിൽക്കുന്ന ആദിവാസികൾക്ക് തുല്യമായി നിൽക്കുന്ന ചില മുസ്ലിം വിഭാഗങ്ങളുടെ ഉയർത്തുന്നേൽപ്പുള്ള ഒരു പദ്ധതിയാണ്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ്. അതിലേക്കാണ് ഈ കൊടുത്തത്. അല്ലാതെ മൊത്തം ന്യൂനപക്ഷത്തിൽ മുസ്ലിങ്ങൾ 80% അടിച്ചു മാറ്റിയില്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ ഇവരുമായൊക്കെ ഒരു ഓപ്പൺ ടോക്ക് വേണം. കുഞ്ഞാലിക്കുട്ടി വന്നാൽ മറ്റുള്ളവർ പേടിക്കണതാണ്.
വന്നപ്പോൾ ഉള്ള ആർച്ച് ബിഷപ്പുമാരും എല്ലാവരും കുഞ്ഞാലിക്കുട്ടിന് മുമ്പിൽ നിൽക്കുന്ന ചിത്ര പിറ്റേ ദിവസം തന്നെ വന്നത്. അവരൊക്കെ പോയി നമ്മൾ കാണും. കണ്ടിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. നമ്മൾ അടികൂടേണ്ട സമൂഹമല്ല. നരേന്ദ്രമോദി ഇന്ന് ഞങ്ങളെ മുസ്ലിങ്ങളെ ശരിയാക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളെ നേരാണ് വരിക. അത് മനസ്സിലാക്കണം. അപ്പൊ തീർച്ചയായും ഇതൊക്കെ തന്നെ കുഞ്ഞാലി സാഹിബ് ചെയ്യാൻ പോകണം. അതിനിപ്പോ ഇവർ പറയുന്ന ന്യായങ്ങൾ എന്താണ്? ചെലവ് അങ്ങനെ വരും, ഇത്ര ചെലവ് വരും. കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ചെലവ് ലീഗ് കമ്മിറ്റീൻ്റെ ഓഫീസിൽ നിന്ന് എടുക്കും. വീണ്ടും ഉപതെരഞ്ഞെടുപ്പിയാൽ സാമ്പത്തിക ജനാധിപത്യത്തിന്റെ നേരെ നോക്കി പല്ലുളിക്കരുത്. എന്തൊക്കെയാണ് അവർ ആക്ഷേപം? ഇതൊരു പുതിയ സംഭവമാണ്. എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്? എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്? ഒരിക്കൽ ഒരു ചർച്ചയിൽ വെച്ച് ഒരു BJP-കാരൻ എന്നോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് ഡൽഹിയിലേക്ക് പോയി? ഡൽഹിയിൽ നിന്ന് നിങ്ങളെ പാർട്ടി മാത്രം തീരുമാനിച്ചാൽ മതിയോ തിരിച്ചു വരാൻ? നിങ്ങളാരാ ഇവിടുന്ന് ആളെ അയക്കാൻ? ഞാൻ ചോദിച്ചു അയാളോട്, ഇവിടെ ഒരുപാട് ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ട്. കുറേ ആളുകളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നുണ്ട്. CPI, CPM, കോൺഗ്രസ്, ലീഗൊക്കെ. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരും വൃത്തിയുള്ള കൊള്ളാവുന്ന അങ്ങോട്ട് അയക്കാൻ പറ്റും ഒരുത്തം ഇല്ലാതെ പോയതിന് ഞങ്ങളല്ല ഉത്തരവാദിയാണ്. ഇനി ഉള്ള ആളെ തന്നെ ഈ വക്ക് പൊട്ടിയ കണ പൊട്ടിയ സാധനത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സ്ഥലമുണ്ട് മിസോറാം. നിങ്ങൾ അവിടേക്ക് പോയാൽ മതിയായിരുന്നു. കാരണം ഇവർക്കെന്ത്? അച്യുതമേനോനെ നമ്മൾ കൊണ്ടുവന്ന രംഗം ഓർമ്മയില്ലേ? ആ അച്യുതമേനോനെ കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കും, കുഞ്ഞാലിക്കുട്ടിയല്ല വേറെ ആരുമില്ല നിങ്ങളുടെ പാർട്ടിയിൽ? അന്ന് അച്യുതമേനോനെ 969 ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ആ പാർട്ടിയിൽ PK വാസുദേവൻ നായരും വെളിയം ഭാർഗം തുടങ്ങി എത്ര ആളുണ്ട്? പോലെ എന്താ 10 പറ്റാതിരിക്കാം? ഓരോരുത്തർക്കും ഓരോരോ യോഗം ഉണ്ട്. ഇപ്പൊ NC റസാഖ് സാഹിബിനെ എന്തിനാ നമ്മളിവിടെ ചെയർമാനാക്കിയത്? എന്തിനാ ഇയാൾ മെമ്പറാക്കിയത്? കാരണം ഫറൂഖിൽ ഇയാളെപ്പാടുള്ള ഒരാള് ആ സ്ഥാനത്ത് ഇരുന്നാൽ അതിൻ്റെതായ ഗുണമുണ്ടാവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ തീർച്ചയായും ഓരോ നേതാവിൽ നമ്മൾ ഓരോ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ അനുഭവം. മുമ്പ് അച്യുതാനന്ദൻ മത്സരിച്ചു, മാരാരിക്കുളത്ത് അല്ലെ, ഇവർ കാലുവാരി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റു. പകരം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോയ നായനാരെ തിരിച്ചു വിളിച്ചു. നായനാരെ മുഖ്യമന്ത്രിയാക്കി. 6 മാസത്തിനുള്ളിൽ നായനാർക്ക് MLA ആകണം. തലശ്ശേരിയിൽ ഒരു സാധുവിനെ രാജിവെപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മത്സരിച്ച് ജയിച്ചു. ആ തലശ്ശേരിയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പൈസ AKG സെന്ററിൽ നിന്ന് കൊടുത്ത് ആണോ? അങ്ങനെ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ? ആരിഫ് അടൂരിൽ നിന്ന് നിയമസഭയിലേക്കാണ് മത്സരിച്ചത്. 5 കൊല്ലം നിയമസഭയിൽ പോയിരിക്കാൻ അരൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്തത് അല്ലേ? എന്ത് ചെയ്തു? അദ്ദേഹം പാതി വഴിയിൽ വെച്ച് അത് രാജിവെച്ചു. ആരോട് ചോദിച്ചിട്ട് രാജിവെച്ചു. എന്നിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചു. പിന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആരിഫിന്റെ നടപടി തെറ്റാണെന്ന് ജനങ്ങൾ വിധി എഴുതി. ഷാനിമോൾ ഉസ്മാനാണ് ജയിച്ചത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അരൂരിൽ ചെലവാക്കിയ പൈസ CPM-ന്റെ ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കുമാരെങ്കിലും? ആരോടാണ് ഈ കണക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ കളിക്കുന്നത്? PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ വരുന്നത് ഇവർക്ക് ഭയ. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഒരേ സമയം പറയുന്നു, ഇപ്പോൾ DYF-ന്റെ റഹീമൊക്കെ നാളെ ആ കൈരളി ചാനലിനോട് ചോദിക്കുകയാണ്, പൊട്ടിത്തകരാൻ പോകുന്നു UDF, മുസ്ലിം ലീഗ് അടിത്തറ കളിക്കി നാമാവിശേഷമായി 10 സീറ്റ് പോലും കിട്ടൂല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ശരി, തകരാൻ പോകുന്ന കപ്പലല്ല UDF, ലീഗിന്റെ അടിത്തറയും പോയി. ആ അടിത്തറ പോയ തകരാൻ പോകുന്ന കപ്പലിലേക്ക് കുഞ്ഞാലിക്കുട്ടി വന്ന് കൂടെ കുഞ്ഞാലിക്കുട്ടിയാണ് തകർന്ന് പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ അത്ര വലിയ ബേജാറ് ചോദിച്ച്? അല്ലെ, നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങൾക്ക് എന്തത്ര വലിയൊരു ദുഃഖം? ഞാൻ ചോദിച്ചു. അത് മാത്രമല്ല, കേരളത്തിൽ BJP-യെ കൊണ്ട് മാത്രമാണ് ഇവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ. UDF-ൽ നിന്ന് ഒരു 10 സീറ്റെങ്കിലും ഒന്ന് BJP പിടിച്ചു കിട്ടിയാൽ അവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കും. മനസ്സിലായോ? BJP-യിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഒരു 10 സീറ്റ് BJP പിടിച്ചാൽ കേരളം ഭരിക്കാൻ കഴിയുന്നവർക്ക് അറിയാം. BJP കേരളത്തിൽ വളരണം എന്ന് CPM ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയില്ല. BJP നശിക്കണം എന്നാണ് CPM-ന്റെ ആഗ്രഹം. പക്ഷെ ഭരണ തുടർച്ച കിട്ടണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു 10 പേർ BJP ആയി കിട്ടിയാൽ നമുക്ക് ഭരിക്കാമല്ലോ എന്നതാണ് ചിന്ത. നിങ്ങൾ നോക്കിയോണ്ടി, 140 മണ്ഡലത്തിലെയും BJP-ന്റെ പത്രിക അണ്ട് തള്ളി നോക്കിക്കൊള്ളു. AKG സെന്ററിൽ പൊട്ടിക്കരുത്തലാവും അല്ലേ? ചിന്തിച്ചൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ BJP-ന്റെ ഒരുത്തന്റെ പത്രിക തള്ളി. CPM ആകെ വേജാണ്. ഞാൻ ചോദിച്ചു, ഓലെ നമ്മളെ ശത്രു പാർട്ടിയല്ല, ഓലെ പത്രിക തള്ളിപ്പോട്ടെ, സന്തോഷിക്ക്, ഊത്തിരി എത്തിക്കല്ലേ വേണ്ടത്. BJP-ന്റെ പത്രിക തള്ളി നിങ്ങൾക്കെന്താ സങ്കടം? BJP-ക്കാരനെ സങ്കടമില്ല. BJP-ന്റെ പത്രികയുടെ, കാരണം BJP-ക്കാരനെ ഇടയിൽ നിന്ന് 15, 25, 35 ഈ വോട്ട് പിടിക്കുന്നതാണ് ഇവർ കഴിച്ചിലാകുന്നത്. അതാങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ BJP-യെ കുറ്റം ഇങ്ങനെ പറയുന്നത് BJP-യെ കൊണ്ട് മാത്രമേ ഇവർക്ക് വരാൻ കഴിയുള്ളൂ.
കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാതെയാണ് ഇത്തവണ പിണറായി വിജയൻ അധികാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ, കോൺഗ്രസിന്റെ വോട്ട് കുറെ കൂടി കുറഞ്ഞു. ആരും ഉണ്ടായി, BJP ഉണ്ടായി. അപ്പൊ വരാൻ പോകുന്ന ഇലക്ഷനിലും നമ്മളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കി കുറച്ച ഒരു 10ഓ 15ഓ UDF വോട്ട് ഏത് പാളയത്തേക്ക് എത്തിക്കണം? BJP പാളയത്തേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള കൊടും പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതെന്തുകൊണ്ട്? സംസാരം കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ. ഇപ്പൊ വെറുതെ കാന്തപുരം മുസ്ലിയാരും മറ്റേതൊക്കെ ഇട്ട് അനാവശ്യമാണ്. അതൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഓരോയിട്ടൊന്നും പോയി മുട്ടരുത്. ഇതൊക്കെ കത്തിക്കാൻ നടക്കുന്നത് ഇവരാണ്. നമ്മളിപ്പോൾ അവരൊന്നും നമ്മളോട് ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സലാം ചെല്ലാനും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവர்களுം കാന്തപുരം ഉസ്താദൊക്കെ ഒരുമയിൽ വേദിയിലിരിക്കാനും ചർച്ച ചെയ്യാനും ഒരുപാട് നല്ല മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ. എപ്പോഴും ആദിഹി ഉമ്മത്തുക്കും ഇല്ലേ, നമ്മളെ ചിന്ത അതാണ്. പക്ഷേ ഭിന്നിപ്പിക്കാനാണ് വരുന്നത്. ഏതെങ്കിലും ഒരു മൈലാരി ഇനിയും നന്നാകത്ത ഏതോ ഒരുത്തം പ്രസംഗിക്കുന്നുണ്ടോ എവിടെന്നെങ്കിലും, അതുകൊണ്ട് ഇടുതിൽ അത് ചിലപ്പോൾ ഒരു 12 കൊല്ലം മുമ്പ് നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് അറിയില്ലാവുന്നു. അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ തമ്മാടത്ത് എഴുതി വിടും. നമ്മൾ അവിടേക്ക് ശ്രദ്ധിക്കരുത്. ക്രിസ്ത്യാനികൾക്കെതിരെ പല ക്രിസ്ത്യൻ പേരിലറിയില്ല, ഒന്നും ക്രിസ്ത്യൻ പേരിലുള്ള ആളാവില്ല, ഒക്കെ സംഘിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാവും. ഒരു പല പേരിലും വരും. അതിലൊന്നും പോയി നിന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് അവരുടെ ആവശ്യം. ഇത്തരം മേഖലയുള്ളവരായിട്ട് പോയി ഒരിക്കലും കലഹിക്കരുത്. നമ്മളെ ഇഷ്യൂസ് ഒന്നും ഈ പറഞ്ഞ ഇപ്പോൾ ഈ കമറുദ്ദീൻ്റെ വിഷയം അവർക്കൊരു കച്ചവടം നടത്തി പൊളിഞ്ഞുപോയ കേസാണ്. ലീഗായിട്ടൊന്നും അതിനൊരു ബന്ധവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ 2007 തുടങ്ങിയൊരു സ്ഥാപനം, അത് 2018 ഓഗസ്റ്റ് മാസം വരെ 1,00,000 രൂപ വെച്ച് ഡിവിഡൻഡ് നൽകി പോകുന്ന സ്ഥാപനം. അത്രയും കൊല്ലം ആ പൈസ കിട്ടിയപ്പോൾ ആർക്കും ഒന്നും ഇല്ലേ. ഒരു ലീഗിനോടും ആ പൈസ കിട്ടിയ വിവരാരും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. അവസാനം ആ സ്ഥാപനം ഒന്ന് പൊളിഞ്ഞു പോയപ്പം ഈ ഡിവിഡൻഡ് കിട്ടാതായപ്പം എന്ത് സംഭവിച്ചു? പ്രശ്നമായി. CPM പിറകു കൂടെ നല്ല നിലക്ക് കോംപ്രമൈസ് ചെയ്താണ്. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാ അതിലെ നിശ്ചയപരി യോഗം വിളിച്ചു കൂട്ടി ആ വിഷയം മുതൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ പടി എന്നോളം പയ്യന്നൂരിൽ അതിൻ്റെ സ്വത്ത് ആദ്യം വിറ്റു. അത് വിറ്റ് 30 പേരാണ് പിരിച്ചു വിട്ടു. അടുത്തടുത്ത സ്വത്തുകൾ വിറ്റ് ഓരോരുത്തരെ പിരിച്ചു വിടാനുള്ള പണികൾ ഒരു ഭാഗത്ത് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യണത്? നമ്മളെ കൂട്ടത്തിൽ നിന്ന് കളം മാറിയ ഒരു ഷുക്കൂർ വക്കീൽ, ആ വക്കീൽ പോയിട്ട് ചില ആളുകൾ കണ്ട് ഇങ്ങനെ കേസ് കൊടുത്താൽ തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഒരു കേസ് ഉണ്ടായത്. അവർക്ക് ആവശ്യം എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവർ മയക്കുമരുന്ന് പെട്ട് കിടക്കുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്തിലാണ്, ആകെ മുഖം വികൃതിയായിരിക്കണം. ആ സമയത്ത് ഏതെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ച കമറുദ്ദീനെ എന്താണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, ഒരു സ്പീക്കറുടെ അനുമതി പോലും വാങ്ങാതെ, മനസ്സിലാക്കണം, അണ്ട് അറസ്റ്റ് ചെയ്യാം. എന്നിട്ടോ 1-ാം പ്രതി അയാളല്ല, 1-ാം പ്രതി അയാളാണ്, ഒരു പൂക്കോയത്തങ്ങളാണ്. ആ പൂക്കോയത്തങ്ങളിൽ ഇവരെ സംരക്ഷകരാണ്. മനസ്സിലാക്കണം. അയാൾ ഒളിവിലാണെന്ന് പറഞ്ഞത്. എത്ര കാലം അയാൾ ഒളിവിൽ? എന്താ കേരള പോലീസ് അയാൾ പിടിച്ചില്ലേ? പിടിക്കൂല. പിടിച്ചു കഴിഞ്ഞാൽ കമറുദ്ദീൻ്റെ മേലെ ചെലുത്തിയ എല്ലാ കേസും എവിടേക്ക് വരും? 1-ാം പ്രതി ഇയാളാണ്. ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ആണ് എന്ത് അതിൻ്റെ എല്ലാം. ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പദവിയാണ്. ഞാൻ കേരള സർക്കാരിൽ ചെയർമാൻ അയാളാണ്. എൻ്റെ ശമ്പളം എത്ര നിങ്ങൾ? ആകെ 20,000 റുപ്യ. എൻ്റെ ഡ്രൈവർ കയ്യിൽ മേലെ കിട്ടിയിട്ടുണ്ട്. ഒരു കാറുണ്ടാവും, ചിലപ്പോൾ ഒരു PN തരും, വലിയ യാത്രാ സൗകര്യം ഉണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും. അതൊരു ഒരു എന്താണ് ഒരു ഫാൻസി പോസ്റ്റാണ്. കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് മാനേജിങ് ഡയറക്ടർ. 1.5 ലക്ഷം റുപ്യയാണ് ശമ്പളം. ഞാൻ എവിടെ ഒപ്പിട്ട് കൊടുക്കേണ്ട പ്രശ്നമില്ല, യോഗത്തിൽ മാത്രമേ ഒപ്പിടുള്ളൂ. ഇതന്നെയാണ് ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം, അതിൻ്റെ റൂൾസ് പ്രകാരം അതിൻ്റെ MD ആണ് അതിൻ്റെ എല്ലാ ആളും. അതിൻ്റെ ലൈസൻസ് ഒക്കെ MDയുടെ പേരിലുണ്ടാക്കുക. സത്യം ഇതായിരിക്കെ എന്താ 20 ഡയറക്ടർമാരുള്ള സ്ഥാപനം, എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തം. കമറുദ്ദീനെ മാത്രം പിടിക്കാൻ കാരണം അയാൾ മാത്രമാണ് MLA. അതിനെ പിടിച്ചു എല്ലാം അതിലിട്ട് ജയിലിട്ടു. അവസാനം എന്താ സംഭവിക്കുക? ഇവർക്ക് കുറച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും. ഈ നിക്ഷേപകർ സ്ഥിതി എന്താവും? മഹാനായ തങ്ങൾ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ട് 6 മാസം കൊണ്ട് എന്ത് ചെയ്യണത്? തീർക്കാൻ പറഞ്ഞു. 6 മാസം കൊണ്ട് തീർക്കുക. 20 ഡയറക്ടർമാരുടെയും ആസ്തി എത്രയെന്ന് പരിശോധിക്കുക. കലക്ടർ മൈനാജിനെ ഏൽപ്പിച്ചു. കമറുദ്ദീൻ്റെ മാത്രമല്ല, 20 ആൾക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. 20 ആൾക്കാർ ഈ ആസ്തി പരിശോധിക്കുക. അതിൽ ചില ഡയറക്ടർമാർ ആ സ്ഥാപനത്തിൽ ഒരുപാട് സ്വർണ്ണം എടുത്തുകൊണ്ട്, ചെറിയ ഒരു 50 ഗ്രാം 100 ഗ്രാം എന്നല്ല, 50 കിലോ 25 കിലോ ഒക്കെ സ്വർണ്ണം എടുത്തുണ്ടായിരുന്നു. അതൊക്കെ പോലീസ് കേസ് നിൽക്കുക. അതൊക്കെ തിരിച്ചു പിടിക്കുക. നല്ല സൊല്യൂഷൻ ഉണ്ടാക്കിയാണ്. അതൊക്കെ പരിഹരിക്കണമെന്ന് കണ്ടപ്പോൾ അവരെന്ത് പണി ചെയ്തു? പിറകിലൂടെ പോയി അറസ്റ്റ് നാളെ നടത്തി. ഞാൻ നിക്ഷേപകർക്ക് എവിടെ പൈസ ഇട്ടാനാ? ഒരാളപ്പം നമുക്ക് പേടിപ്പിക്കാം. പൈസ ഇന്നില്ലെങ്കിൽ ഞാൻ പോലീസ് പരാതി കൊടുക്കും, ജയിലിൽ കയറ്റും എന്നറിയാം.
അപ്പോൾ ചിലപ്പം അയാൾ പേടിച്ചിട്ട് എവിടെയെങ്കിലും പൈസ കൊണ്ടിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എവിടുന്ന് പൈസ ഇട്ടാനാ? എന്താ അതിൽ നിക്ഷേപകർക്കൊന്നുമില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ സ്ഥിതി ശരിക്ക് കേരളത്തിൻ്റെ PWD മന്ത്രി തന്നെ പറഞ്ഞു, സുധാകരൻ. റോഡും പാലും ഉണ്ടാക്കുന്ന മന്ത്രിയാണോ, കമ്മ്യൂണിസ്റ്റാണോ, ലീഗാണോ, കോൺഗ്രസ് ആണോ? അദ്ദേഹം ചോദിച്ചില്ലേ. റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ മന്ത്രിക്കും കോൺഗ്രസിനും ഒന്നും ആർക്കും പങ്കില്ല. അദ്ദേഹത്തിന് വെറുതെ പ്രതിയാക്കുന്നേ. അദ്ദേഹം ഒരു അർബുദ രോഗിയാണ്. ആശുപത്രി കിടക്കുമ്പോൾ ബെഡിലിട്ടിട്ട് എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യണം. കേൾക്കണം. അത് ക്രൂരമായിട്ടാണ്. പൊളിറ്റിക്സാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഷാജിൻ്റെ പേരിലായാലും ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നമില്ല. കേരളത്തിൽ ഇത്രയൊക്കെ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ടും മുസ്ലിം ലീഗിൻ്റെ ഗ്രാഫ് എവിടെ കിടക്കണ അറിയങ്ങൾ? മലപ്പുറം ജില്ലയിലൊക്കെ കുതിച്ച് ചാട്ടാണ്. അബദ്ധം കൊണ്ട് ചില്ലറ എവിടെയോ പോയിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര വലിയ കൊടുങ്കാറ്റുണ്ടെങ്കിലും ഈ പാർട്ടിയുടെ ഒരു ശക്തി, ഇതിൻ്റെ താഴെത്തട്ടൽ സംവിധാനം വലുതാണ്. ഇതിലെ ചില കുട്ടി നേതാക്കന്മാരായി നടന്ന് ഇരുട്ടിൻ്റെ മറവിൽ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത കുറേ ആളുകളുണ്ട്. അത്തരം ജൂദാസുകളുണ്ട്. ഇപ്പൊ നോക്കി നൈറ്റിങ്ങൾക്കൊക്കെ എന്താണ് അവരെ സൃഷ്ടി ചെയ്യും. തൽക്കാലം ഒന്ന് കൊണ്ടെടുക്കാൻ കുറച്ച് ആളുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കൂല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അള്ളാഹു ഈ പാർട്ടിക്ക് നമുക്ക് എല്ലാവിധ സഹായം തന്നിട്ടുണ്ട്. ഈ പോരാട്ടത്തിനിടയിൽ നമുക്ക് നമ്മുടേതായ ചില അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ചില പരാജയങ്ങളില്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ നമ്മൾ പതിരെ എവിടെയും വീണിട്ടില്ല. എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധത്തിൽ ഒരു ലീഗാരുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കുറേ ആൾക്കാർ. 300ഓളം കുടുംബവും ഞാനേറ്റ് പോകുന്നു. 300 ആൾ ഒരു കുടുംബത്തിന് അവനക്ക് കാണിച്ചു തരാൻ കഴിയും. ഇത് പോയ ഒറ്റ ആളെ ലീഗ് കൊടുത്ത സൗകര്യത്തിൽ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായ കഥയും എത്രയോ വട്ടം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ കൈ പിടിച്ച് ഞാനും എൻസിയെ കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ തന്നിട്ട് പോയ സമ്മാനം എത്ര നമുക്കറിയാം. അവസാനം വരെ നമ്മളൊക്കെ എക്കാലത്തും മൂപ്പരോട് ഒരു സോഫ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. ഈ പ്രഷർ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോട് കാര്യമില്ല. നമ്മളൊക്കെ വേണം 4 ചീത്ത വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ മഹത്തായ ആ കുരുക്കൾ കുടുംബം അടക്കം ഉണ്ടാക്കിയെടുത്ത മുസ്ലിം ലീഗിനെയും ഈ പച്ച പതാകയെയും തോന്നിയാസം പറഞ്ഞാൽ കണക്ക് തീർത്ത് പലതും പറയാനുണ്ടാവും. അത് മാത്രമേ പറയാവൂ. നമ്മളൊക്കെ വേണമെങ്കിൽ ചീത്ത വിളിച്ച് പോയിക്കോ, ഒരു കുഴപ്പമില്ല. NC-യിലൊക്കെ ഫറോക്ക് അങ്ങാടി ഇടുന്ന 1 മണിക്കൂർ പ്രസംഗിച്ചാലും ഇത് ചിരിച്ചു കുത്തിരിക്കാന്നല്ല, ഇതിന് യേശുവിലത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി നമ്മൾ വളരെ കരുത്ത് തെളിച്ചൊരു സമയമാണ്. ഈ ഇത്തരത്തിലുള്ള ഈ വേണ്ടാത്ത പ്രചരണങ്ങളിലൊന്നും പെടരുത്. വളരെ കുറഞ്ഞ സമയമാണ് മുമ്പിലുള്ളത്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തവണ ബോധ്യപ്പെട്ട കുറേ കാര്യമുണ്ട്. നമ്മളെ കുറേ ആൾക്കാരെ വോട്ടില്ല. 2015 വോട്ടർ പട്ടികയായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചതെങ്കിൽ കേരളത്തിൻ്റെ റിസൾട്ട് ഇതെല്ലാം ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിന് ജനപ്രതിനിധികളായ ആളുകളും പാർട്ടി വേറെയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും വേറാണെന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ ഒരു പ്രോട്ടോകോൾ തർക്കം ഉണ്ടാകരുത്. ആ രീതിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ ജയ്പൂർ മണ്ഡലമൊക്കെ നമ്മളെ കാത്തു നിൽക്കുകയാണ്. കാരണം വമ്പിച്ച മാറ്റങ്ങളാണ്. എത്രയോ കാലത്തിന് ശേഷം രാമോട്ടനെ പിടിച്ചു, കടലുണ്ടി പിടിച്ചാൽ നിങ്ങൾ കൂട്ടിക്കോളൂ. ഒന്ന് വെറുതെ 12 വോട്ടിന് ഒരു വാർഡ് പോയതാണ്, തുറന്നല്ല. അതൊക്കെ ചെറിയ ചെറിയ പെശകളാണ്. അപ്പോൾ അതും കിട്ടിയ മാതിരിയാണ്. കാരണം അവരത്രയും തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ബേപ്പൂർ മണ്ഡലം കൂടി നമ്മളെ കയ്യിലേക്ക് വരാനുള്ള സർവ്വസാധ്യത നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കൂടുതൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളെ കൂടുതൽ നമ്മൾ കൂട്ടിപ്പിടിക്കണം. പാവം ആ പാർട്ടിയാണ് ഈ അടിയിൽ വേദനിക്കുന്നത്. നമ്മളത്ര സംഘടനാ സംവിധാനം കരുത്ത് അവർക്കില്ല. ഒരു ഭാഗത്ത് CPM-ൻ്റെ കടുത്ത പ്രചരണം, BJP-ൻ്റെ അങ്ങേയറ്റത്തെ ആകർഷണത്തും. BJP-ക്ക് ഒരു വാർഡിൽ മത്സരിക്കുന്നതിന് 1 ലക്ഷം വന്നത് മനസ്സിലാക്കണം. ഒറ്റൊറ്റനും വോട്ട് പിടിക്കാനും താല്പര്യമില്ല. ആ ഒറ്റ ഉറുപ്പ്യ കണ്ടിട്ടാണ് വരുന്നത്. 1 ഉറുപ്പ്യ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് കയറി ഇറങ്ങി ഉണ്ടാക്കും ചെയ്യും. വോട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ധനസമ്പാദനത്തിനാണ് അധികം BJP-ക്കാർ വിജയിച്ച്. ഒരാൾ പോയി പറഞ്ഞു, എന്തിനാണ് ഒരു 12 വോട്ട് എനിക്ക് തയ്ച്ചില്ലല്ലോ നമ്മുടെ പഞ്ചായത്തിൽ, എന്തിനാണോ ഈ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ 1 ലക്ഷം ഉറുപ്പ്യ സ്ഥാനാർത്ഥിക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ഈ വരുമെന്ന് വെച്ച്. അതിന് മറുപടി അതാണ്. അപ്പം കണ്ടമാനം പണമാണ് കോർപ്പറേറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ആ പണം ഉപയോഗിച്ച് കോൺഗ്രസിലെ ആളുകളെ പണം കൊടുത്തു പ്രലോഭിപ്പിച്ചും വിവിധ അന്വേഷണ ഏജൻസികളെ വെച്ച് വിരട്ടിയുമാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് താഴത്തിടുന്നു. ഇവിടെ കേരളത്തിൽ ആ പണി തുടങ്ങിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഓരോ കോൺഗ്രസ്സുകാരനെ കേന്ദ്രീകരിച്ച് BJP-യിലേക്ക് ആകർഷിക്കാനും അങ്ങോട്ടേക്ക് പോകുന്നത് എന്താണ്? ഈ CPM-ൻ്റെ ഈ പ്രചരണം ഒക്കെപ്പാട് കൂടിയിട്ട് അത് നമ്മളെ നാട്ടിൽ നടക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സൗഹൃദങ്ങളാണ് ആവശ്യം. കൂടുതൽ ആളുകളെ അവരുടെ ചെറിയ ദുർബലതകളും കാര്യങ്ങളൊന്നും എവിടെ പെരുപ്പിച്ച് പറയാതെ, അവരില്ലെങ്കിൽ ഇന്ത്യ ഇല്ല, നമ്മളും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് അവരെ കൂടുതൽ കൂട്ടിപ്പിടിച്ച് ഉഷാറായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്കാവട്ടെ. ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.